പുതിയ ആഴ്ച ദാനം തന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കേണ്ടതിന് കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് സ്നേഹസ്വരൂപനായ ദൈവത്തിൻ്റെ പിതാവിൻ്റെ ആ രാജ്യത്തിൽ ആക്കി വെച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആഴ്ച നമ്മുടെ ജീവിതത്തിൽ നന്മകളുടെയും ഐശ്വര്യത്തിൻ്റെയും ഉയർച്ചകളുടെയും ആഴ്ചയായിരിക്കും. അത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അതുപോലെ സംഭവിക്കും. ജീവിതം ഒരു വലിയ പരീക്ഷ തന്നെയാണ്. എന്നാൽ പലരും ആ പരീക്ഷയിൽ തോൽക്കാൻ കാരണം ജീവിതമാകുന്ന പരീക്ഷയിൽ ഓരോ വ്യക്തികളും അടുത്തിരിക്കുന്നവരുടെ പേപ്പറിലേക്ക് നോക്കി ഉത്തരം എഴുതാൻ ശ്രമിച്ചാൽ അങ്ങനെയുള്ളവർ പരാജയപ്പെടും. മറ്റുള്ളവർക്ക് കിട്ടിയ ഉത്തരം നമ്മൾ എഴുതി വച്ചാൽ നമ്മൾ പരാജയപ്പെടും. കാരണം ജീവിതമാകുന്ന പരീക്ഷയിൽ എല്ലാവർക്കും വ്യക്തിപരമായി ചോദ്യങ്ങളാണ്. അടുത്തിരിക്കുന്ന ആൾക്കുള്ള ചോദ്യമല്ല എനിക്ക് ലഭിച്ച ചോദ്യം. ഓരോരുത്തരുടെ ചോദ്യങ്ങൾ വേറെ ആയതുകൊണ്ട് ഒരു പേപ്പറിലും നോക്കി കോപ്പി അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിനെ നോക്കിയാൽ മാത്രമേ ഇതിന്മേലൊരു പരിഹാരമുള്ളൂ. കർത്താവ് നമ്മിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ഫിലിപ്പ് ലേഖനം 1:4 പറയുന്നു, അതവൻ പൂർത്തിയാക്കും. നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും, പൂർത്തിയാക്കും. ആരംഭിച്ചവൻ പൂർത്തിയാക്കും. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും മനുഷ്യരിൽ ആശ്രയിക്കാതെ, മനുഷ്യരിലേക്ക് നോക്കാതെ, മനുഷ്യരിൽ നിന്ന് ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതെ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് അതിനുള്ള വെളിപ്പാടുകളും പരിശുദ്ധാത്മാവിൽ നിന്നുള്ള കൃപകളും പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് ഓരോ ദിവസവും ശ്രമിക്കാം. ഈ ആഴ്ച വലിയ വിജയങ്ങളെ കാണാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കുന്നേ എൻ താതാ, നിറയ്ക്കായ എന്നെ ശുദ്ധാത്മാ, ശുദ്ധൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. യേശുവെ പോലെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ 20-ാം വാക്യമാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഒടുവിൽ നമ്മൾ വായിച്ച് നിർത്തിയത്. ആ കാലത്ത് മോശ ജനിച്ചു. ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം
അപ്പൻ്റെ വീട്ടിൽ പോറ്റി. ആ കാലത്ത്, അതായത് ജോസഫിനെ അറിയാത്ത ഫറവോൻ ഉണ്ടായ കാലം, ഇസ്രായേൽ മക്കൾ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ട കാലം, ഏറ്റവും കൂടുതൽ വേദനയിലൂടെ ദൈവജനം കടന്നുപോയ കാലത്ത് മോശ കുഞ്ഞ് ജനിച്ചു. ചില സീസണുകളിൽ നാം കടന്നു പോകുന്ന വലിയ പ്രതികൂലത്തിൻ്റെ നടുവിൽ തന്നെ വിടുതലിനായിട്ടുള്ളതും പിറന്നു വീഴുന്നത് അത് കർത്താവിൻ്റെ പ്ലാനാണ്. വേദനകൾ മാത്രമല്ല നമുക്ക് പിറക്കുന്നത്, ആ വേദനകൾക്ക് ശാശ്വതമായ പരിഹാരവും അതിനുള്ള പിറവി കൊണ്ടുവരാനും മതിയായ ഒരു കർത്താവിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ കാലത്ത് മോശ ജനിച്ചു. ഈ കാലത്ത് എന്തുകൊണ്ട് ഞാനും നിങ്ങളും ജനിച്ച് ജീവിക്കുന്നു? ഈ കാലഘട്ടത്തിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളുടെ പരിഹാരമായിട്ടാണ് കർത്താവ് നമുക്ക് ഈ സീസണിൽ ജനിക്കാൻ, ഈ സീസണിൽ വളരാൻ കൃപ തന്നത്. ഈ സീസണിൻ്റെ ആൾക്കാരാണ് നമ്മൾ. ഈ കാലഘട്ടത്തിലെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മുടെ ജനനത്തിലൂടെ സാധ്യമാക്കുക എന്നുള്ളത് കർത്താവിൻ്റെ പ്ലാനാണ്. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ നമ്മിലൂടെ നടക്കുമെന്ന് പൂർണ്ണമായും യേശുവിൻ നാമത്തിൽ വിശ്വസിക്കാം. ആ കാലത്ത് മോശ ജനിച്ചു. ദിവ്യസുന്ദരനായിരുന്നു. അവന് നല്ല മൂക്കുണ്ടായിരുന്നു, നല്ല കണ്ണുകളായിരുന്നു, അവൻ്റെ നെറ്റി വീതിയുള്ളതായിരുന്നു, അവൻ്റെ കവിളിൽ ഒരു നുണക്കുഴി ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു അവനെ കാണാൻ എന്നുള്ളതല്ല അവിടുത്തെ അർത്ഥം. അവൻ ദിവ്യസുന്ദരനായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ അവനിൽ ഒരു ദിവ്യത്വം എല്ലാവരും കാണുകയാണ്. ഇത് എഴുതിയത് തന്നെ മോശയുടെ പുറപ്പാട് പുസ്തകത്തിൽ അതങ്ങനെ എഴുതിയിട്ടുണ്ട്. മോശയെക്കുറിച്ച് തന്നെ മോശ തന്നെ എഴുതേണ്ടി വന്നു. ദൈവം പറഞ്ഞു, എടാ എഴുതണം. മോശ വളരെ വിനയമുള്ളവനാണ്, ഇതൊക്കെ എഴുതണം. എഴുതണം. ചില കാര്യങ്ങൾ നാം നമ്മെക്കുറിച്ച് തന്നെ പറയാതെ നിവൃത്തിയില്ല. മോശ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. മോശ എന്ന മനുഷ്യനോ ഭൂതലത്തിൽ വെച്ച് ഏറ്റവും സൗമ്യതയുള്ള മനുഷ്യൻ. എഴുതിയതാരാണ്? മോശ തന്നെ. ഞാൻ എന്നെക്കുറിച്ച് തന്നെ കുറേ മുഖസ്തുതികൾ എഴുതി വച്ചാൽ നിങ്ങൾക്ക് എന്നോടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ്? എന്നാൽ പരിശുദ്ധാത്മാവ്, പിതാവാം ദൈവം മോശയോട് നിർബന്ധം പറഞ്ഞു, ഇതെല്ലാം എഴുതിക്കൊള്ളണം. അടുത്ത തലമുറയെ അറിയണം, ഞാനാണ് നിന്നെ ദിവ്യസുന്ദരനായി സൃഷ്ടിച്ചതെന്നും നീ വളർന്നു വന്ന് നിന്റെ കഴിവുകൊണ്ട് ദിവ്യസുന്ദരനായതല്ലെന്നും നിന്റെ ജനനത്തിൽ തന്നെ ആ ദിവ്യ സൗന്ദര്യം ഞാൻ നിനക്ക് തന്നിരുന്നെന്നും 10 പേരറിയണം. ലോകമറിയണം, വരും തലമുറകൾ അറിയണം. അവൻ്റെ ജനനത്തിൽ അവൻ ദിവ്യസുന്ദരനായിരുന്നു. 3 മാസം അവൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോറ്റി. ഈ കുഞ്ഞിനെ വിട്ടുകളയാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. സീസൺ ഏതാണ്? ആൺകുട്ടി ജനിച്ചാൽ നൈൽ നദിയിലിട്ട് കളയുക, പുറത്തിടുക. ആൺകുട്ടി ജനിച്ചാൽ ജീവിക്കാൻ അനുവദിക്കരുത്. ആ സമയമാണ് മോശക്കുഞ്ഞ് ജനിച്ചത്. ആൺകുട്ടികൾക്കെതിരെ ഏറ്റവും വലിയ പീഡനമുള്ള കാലത്ത് മോശക്കുഞ്ഞിന് ജീവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത കാലത്ത് ദൈവം അവനെ ജനനം അനുവദിച്ചു. ആ കാലത്ത് ഏറ്റവും വലിയ പ്രതികൂലമാണ്. യേശു കർത്താവ് ജനിച്ച കാലത്ത് 2 വയസ്സിന് അതിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും, ആൺകുട്ടികളെ കൊന്നുകളയുക എന്ന ഹേരോദാവിൻ്റെ നിയമം പോലെ തന്നെ റാമയിൽ വലിയ കരച്ചിൽ കേട്ടു. റാഹേൽ മക്കളെക്കുറിച്ച് കരഞ്ഞു. ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സില്ലായിരുന്നു എന്ന് യിരെമ്യാ പ്രവാചകൻ പറഞ്ഞത് നിവർത്തിയാകുവാൻ യേശു കർത്താവിൻ്റെ കാലത്ത് അത് സംഭവിച്ചു. എന്നാൽ യേശു കുഞ്ഞിനെ തൊടുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഇതുപോലെ തന്നെ യേശുവിൻ്റെ ജനനത്തിന് മുന്നമേ വേറൊരു നായകന്റെ ജനനം, അത് മോശയാണ്. അവൻ ദിവ്യസുന്ദരനായിരുന്നു.
അവനെ തകർക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം, നിന്റെ വിളി ദൈവത്തിൻ്റെ പദ്ധതി ആയി നിന്റെ വിളിയുണ്ടെങ്കിൽ ആരെല്ലാം ശ്രമിച്ചാലും നീ നശിക്കില്ല, നിന്റെ ഭാവിക്ക് കേടുവരില്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. ചിലർ പറയും, എൻ്റെ അപ്പൻ എൻ്റെ അമ്മ എന്നെ കരുതിയില്ല, എന്നെ സ്നേഹിച്ചില്ല, അവർ കുറച്ചുകൂടി നന്നായിട്ട് വളർത്തിയിരുന്നെങ്കിൽ, അവർ നന്നായിട്ടൊന്ന് എന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ ഏത് നിലയിലെത്തുമായിരുന്നു. എന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ, എൻ്റെ അപ്പന് ചേച്ചിയോടായിരുന്നു ഇഷ്ടം, അമ്മയ്ക്ക് ചേട്ടനോടായിരുന്നു ഇഷ്ടം, എൻ്റെ അനിയനോടായിരുന്നു എൻ്റെ മാതാപിതാക്കൾക്ക് കൂടുതൽ ഇഷ്ടം, ഞാൻ എൻ്റെ വീട്ടിലൊരു അധികപ്പറ്റായിരുന്നു. ചുമ്മാതയാ, ഒരിക്കലുമില്ല. അവരൊന്നും വിചാരിച്ചാൽ നിന്റെ ഭാവിക്ക് കേടുവരില്ല. 3 മാസം കഴിഞ്ഞപ്പോൾ മോശയുടെ മാതാപിതാക്കൾ ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി, കീലും പശയും തേച്ചു, എന്നിട്ട് ഒരു കുഞ്ഞു വള്ളം പോലെയാക്കി ഒരു പെട്ടി, ഒരു കുഞ്ഞിനെ, ഒരു കൊച്ചുകുട്ടിക്ക് കഷ്ടിച്ച് കിടക്കാവുന്ന ഒരു ഞാങ്ങണപ്പെട്ടകത്തിൽ ഈ കുഞ്ഞിനെ കയറ്റി കിടത്തി നൈൽ നദിയിലോട്ട് വെച്ചു. ആ നൈൽ നദി നല്ല വീതിയുള്ള നദിയാണ്, നല്ല ഒഴുക്കുള്ള നദിയാണ്, ധാരാളം ജീവികളുള്ള നദിയാണ്. ഞാൻ ആ നൈൽ നദി കണ്ടിട്ടുണ്ട്, ആ നൈൽ നദിയിൽ കാല് വെച്ചിട്ടുണ്ട്. നല്ല വീതിയുള്ള നദിയാണ്, നല്ല ഒഴുക്കുള്ള നദിയാണ്. ഈ നൈൽ നദിയിലേക്ക് ഈ കുഞ്ഞിനെ എടുത്തു വെച്ചു. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് കൈവിട്ടു പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇനി ഈ കുഞ്ഞിനെ ഇവർക്ക് കാണാൻ കഴിയുമോ? വാവിട്ട് കരഞ്ഞുകൊണ്ട് അമ്മയും നോക്കാൻ കഴിയാതെ പിതാവും നിൽക്കുമ്പോൾ അവൻ എന്ത് ഭവിക്കുമെന്ന് നോക്കേണ്ടതിന് അവൻ്റെ പെങ്ങൾ ദൂരെ നോക്കി നിന്നിരുന്നു. എന്നാൽ ഈ പെട്ടകം ഒഴുകി 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 ചെല്ലുമ്പോൾ ഈ പെട്ടകത്തിൻ്റെ ഒപ്പം ഇവൻ്റെ ഒരു പെങ്ങളുണ്ട്, 12 വയസ്സോളം പ്രായമുള്ള മിരിയാം. ആ പെങ്ങള് ഈ നദിയുടെ വരമ്പത്തുകൂടി കരഞ്ഞുകൊണ്ട് പോവുകയാണ്, കുഞ്ഞാങ്ങളെ നോക്കിക്കൊണ്ട്. ആ പെട്ടകം ഒഴുകി 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 ഫറവോ എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ കുളിക്കടവിലെത്തി. അവിടെയാണ് രാജകുമാരി കുളിക്കാൻ വരുന്നത്. കൃത്യമായിട്ട് രാജകുമാരി ഈ സമയത്ത് കുളിക്കാൻ അവിടെ വരുന്നു. ഈ കുഞ്ഞ് കൃത്യമായിട്ട് അവിടെ ചെന്നെത്തുന്നു. ടൈമിംഗ് എല്ലാം, ദൈവത്തിൻ്റെ സമയങ്ങൾ തെറ്റുകയില്ല. ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ കരഞ്ഞ് 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 കലങ്ങിയ കണ്ണുമായി വാവിട്ട് നിലവിളിച്ച് തിരിച്ചു പോകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്തം മുഴുവനും സ്വർഗീയ പിതാവ് ഏറ്റെടുക്കുകയാണ്. ഈ കുഞ്ഞിൻ്റെ ഒഴുക്ക് നൈൽ നദിയല്ല തീരുമാനിക്കുന്നത്, ഈ കുഞ്ഞിൻ്റെ ഒഴുക്ക് ഓരോ ചുവടുകൾ മുന്നോട്ട് തീരുമാനിക്കുന്നത് സ്വർഗമാണ്. അങ്ങനെ ഇവൻ എത്തേണ്ട ഇടത്ത് എത്തി. അവിടെ നമ്മൾ വായിക്കുന്നു, അവനെ പുറത്തിട്ടപ്പോൾ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്തു തൻ്റെ മകനായി വളർത്തി. ചിലതിനെ നമ്മൾ കൈവിട്ട് കളയണം, നമ്മുടെ കയ്യിൽ നിന്ന് പോകണം. നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരുന്നാൽ നമ്മെപ്പോലെ ഒന്നിനെ ആക്കിയെടുക്കാനേ കഴിയും. നമ്മൾ വളർത്തിയാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെപ്പോലെയായിപ്പോകും. എന്നാൽ ദൈവം വളർത്തിയാൽ എന്തോരം വളരും എന്നുള്ളതിൻ്റെ തെളിവാണ് ദിവ്യസുന്ദരനായ മോശക്കുഞ്ഞിൻ്റെ ചരിത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് മാതാപിതാക്കളെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് അവരെ വിടണം. അവരുടെ ഭാവി ദൈവം തീരുമാനിക്കട്ടെ. എനിക്കിന്നും ഓർമ്മയുണ്ട്, പാസ്റ്റർ എം.എ. വർഗീസ് എന്ന ദൈവ മനുഷ്യൻ്റെ 2 കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ 23-ാമത്തെ വയസ്സിലാണ് രക്ഷിക്കപ്പെട്ട് ബഥേലേജി ചർച്ചിൽ ചെല്ലുമ്പോൾ പാസ്റ്ററിന് 5 എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്. എന്നാൽ പാസ്റ്ററിൻ്റെ പിള്ളേർക്ക് അവർക്ക് പഠിക്കാൻ
ഞാൻ 5 എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്തതാണ്, അതുകൊണ്ട് നിങ്ങൾ 6 എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കണം. ഇതൊന്നും പാസ്റ്റർ പറഞ്ഞില്ല. ഒരു നല്ല കോഴ്സിന് പോലും പിള്ളേർ ആഗ്രഹിച്ചിട്ട് മക്കളെ അതൊക്കെ നിങ്ങളുടെ കാലത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞ അപ്പനാണ്. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, ഉള്ള പൈസ സഭയ്ക്ക് വേണ്ടി ചെലവാക്കി. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെലവാക്കാതെ ദൈവത്തിന് വേണ്ടി ചെലവാക്കി. കുഞ്ഞുങ്ങളെ കൈവിട്ട് കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഈ വചനപ്രകാരം കണ്ടിട്ടുണ്ട്. എന്നാൽ ആ കുഞ്ഞുങ്ങൾ അപ്പനേക്കാൾ വിദ്യാസമ്പന്നരും അപ്പനേക്കാൾ ശുശ്രൂഷയിൽ ശ്രേഷ്ഠരുമായി മാറി. എബ്രഹാം വർഗീസും ജോൺസൺ വർഗീസും വളർന്നത് പാസ്റ്റർ എം.എ. വർഗീസ് എന്ന മനുഷ്യൻ കാനഡയിലോ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ എവിടെയെങ്കിലും വിട്ട് പഠിപ്പിക്കാൻ ആ കാലത്ത് പാസ്റ്ററിന് കഴിയുമായിരുന്നിട്ടും പാസ്റ്റർ അത് ചെയ്തില്ല. ഒരു സയന്റിസ്റ്റായി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് ഇത് കഴിയുമായിരുന്നു. എന്നാൽ അദ്ദേഹം അത് ചെയ്തില്ല. ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. എനിക്കിന്നും ഓർമ്മയുണ്ട്, ഒരിക്കലൊരു വലിയ പ്രോഫറ്റ് ചർച്ചിൽ വന്നപ്പോൾ പാസ്റ്ററിൻ്റെ ഒരു മകൻ പറയുകയാണ്, ഇന്ന് ഞങ്ങളുടെ 10ാം ക്ലാസ്സിലെ പ്രധാന പരീക്ഷയാണ്, എന്നാൽ ഈ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ലെന്ന്. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ഒരു മോൻ പോകുന്നില്ല. അപ്പനും അമ്മയും അതിന് വലിയ കാര്യം എടുത്തില്ല. കാരണം ദൈവം വളർത്തിയില്ലെങ്കിൽ നമ്മളാണെങ്കിൽ സമ്മതിക്കോ? ഞാനാണെങ്കിൽ സമ്മതിക്കോ? മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് ഭയങ്കര ഭാരമാണ്. എൻ്റെ പാസ്റ്ററിൻ്റെ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ചിട്ട് നീ ആലോചിക്കാതിരിക്കെ, നീ കർത്താവിൽ ആശ്രയിക്കെ, നിന്റെ കുഞ്ഞിനെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുക്ക്. അവിടെ വായിക്കുന്നു, പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ. പിള്ളേരെ പുറത്തിടുക, പിള്ളേരെ അകത്തിട്ട് വളർത്തല്ലേ, പിള്ളേരെ പുറത്തേക്കിട്, നീ ഫ്രീ ആകുക. ദൈവത്തിൻ്റെ കയ്യിൽ കൊടുക്കുക എന്നതിൻ്റെ അർത്ഥം. വെള്ളത്തിലോട്ടല്ല ഈ അമ്മ അപ്പനും കൂടി ഇട്ടത്, ഒരു ഞാങ്ങണപ്പെട്ട വാങ്ങിയിട്ട് ഒഴുക്കി വിട്ടു, പ്രാർത്ഥിച്ച് ഒഴുക്കി വിട്ടു. കർത്താവേ നീ വളർത്ത്, ഞങ്ങളുടെ കയ്യിലല്ല. അങ്ങനെ ഈ കുഞ്ഞിനെ പുറത്തിട്ടു. ആ കുഞ്ഞ് കൃത്യമായിട്ട് രാജകൊട്ടാരത്തിൻ്റെ പടിക്കെട്ടുകളിൽ ചെന്നു. അവിടെ നിന്നൊരു കയറ്റമാണ്. മിസ്രൈമിലെ സകലവിധ അഭ്യാസങ്ങളും പൂർത്തിയാക്കി. ഫറവോന്റെ മകളുടെ മകനായി, രാജകുമാരനായി അവൻ കൊട്ടാരത്തിൽ വളർന്നു. മാത്രമല്ല, അവന് പാല് കൊടുത്ത് വളർത്തേണ്ടതിന് സ്വന്തം അമ്മയ്ക്ക് സർക്കാർ ശമ്പളം കൊടുത്തു. ഇന്ന് ഭൂമിയിൽ ആരുണ്ട് സ്വന്തം കുഞ്ഞിന് പാല് കൊടുത്താൽ ഗവൺമെന്റ് സാലറി തരാമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കുഞ്ഞ് ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്നാൽ സ്വന്തം അമ്മയ്ക്ക് സ്വന്തം മകനെ പാല് കൊടുത്ത് വളർത്താൻ സർക്കാർ ശമ്പളം കൊടുത്തു. ഡെലിവറി സമയത്ത് 6 മാസമൊക്കെ ലീവ് കിട്ടാറുണ്ട്. ഇതല്ല, ഈ കുഞ്ഞ് പാലുകുടി മാറും വരെ 4-5 വയസ്സ് വരെ സർക്കാർ പൈസ കൊടുക്കുകയാണ്. അതിനിടയിൽ ഈ കുഞ്ഞിനെ ഒരു രാജകുമാരനായി കണ്ടതുകൊണ്ട് ആ കുടുംബത്തിൽ എല്ലാവിധ സംവിധാനങ്ങളും വരികയാണ്. ഈ മോശക്കുഞ്ഞ് ജനിച്ചതിൻ്റെ അടയാളം അതാണ്. ആ വീട്ടിൽ ദാരിദ്ര്യം മാറുകയാണ്, ആ വീട്ടിൽ സമൃദ്ധി വരികയാണ്. രാജ്ഞി ആ വീടിന് വേണ്ടതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം, ഈ കുഞ്ഞവിടെ വളരുന്നത് കൊണ്ട്. അതാണ് കർത്താവ്. കർത്താവിൻ്റെ കൈകളിൽ കൊടുക്കാമോ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ നിന്ന് കൈവിട്ട് കളയുക. നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന് നമ്മളുടെ ഇഷ്ടപ്രകാരം വളർത്തിയെടുക്കാതെ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക. ഈ അപ്പനും അമ്മയും വളർത്തിയിരുന്നെങ്കിൽ മിസ്രൈമിലെ മുഴുവനും വിദ്യാഭ്യാസം അവന് കിട്ടത്തില്ലായിരുന്നു. അവന് അതുപോലെ മാന്യത ഉണ്ടാകത്തില്ലായിരുന്നു. എന്നാൽ ആ രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതിയുള്ളവനായി, രാജ്യം ബഹുമാനിക്കുന്നവനായി അവൻ മാറി. ഇതുപോലെ നാം നമ്മുടെ കൈകളിൽ നിന്ന്, നമ്മുടെ പദ്ധതിയിൽ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റുക. ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുക. ദൈവം നോക്കിക്കോളും. അതാണ് അബ്രഹാം പറഞ്ഞത്. അപ്പ വിറകുണ്ട്, തീയുണ്ട്, യാഗമൃഗം എവിടെ? ഇസഹാക്ക് ചോദിച്ചപ്പോൾ യഹോവയീരെ, ദൈവം കരുതും. ദൈവം കരുതുന്ന ദൈവമാണ്. കരുതുന്ന ദൈവം.
പെരുവെള്ളം മുക്കിക്കളയാതെ, അഗ്നിജ്വാല ദഹിപ്പിക്കാതെ മോശക്കുഞ്ഞിനെ അത്ഭുതകരമായി വളർത്തിയ കർത്താവിൻ്റെ കരം ഇന്നും നമ്മുടെ കുടുംബത്തിൽ ചലിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട ഓരോ പ്രിയ കുടുംബങ്ങളിലും അവർ നേരിടുന്ന വലിയ പ്രയാസങ്ങളുടെ എങ്ങനെ മുന്നോട്ട് പോകും, ആ ഭാരത്തിൽ നിന്നവരെ വിടുവിക്കണം, ആ സങ്കടങ്ങളിൽ നിന്നവരെ വിടുവിക്കണം, ആ വലിയ പ്രതിസന്ധികൾ അവരെ വിട്ടുമാറട്ടെ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ചലനം അവർക്കുണ്ടാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. കൃപയുടെ നദി ഒഴുകട്ടെ, അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ, സമാധാനത്തിൻ്റെ ദൈവം കൂടിയിരിക്കട്ടെ, എല്ലാ ആകുല ചിന്തകളും മാറട്ടെ, എങ്ങനെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഭയം വിട്ടു മാറട്ടെ. കരുതുന്ന യഹോവ ഈരെ, തക്ക സമയത്ത് ഇറങ്ങി വന്ന് കരുതുന്ന ദൈവമുണ്ടെന്ന് അബ്രഹാം വിശ്വസിച്ചതുപോലെ വിശ്വസിപ്പാൻ എനിക്കും ഈ പ്രിയപ്പെട്ടവർക്ക് അധികമായ കൃപ വേണം. ഞങ്ങളെ അതിനായി സമർപ്പിക്കും. എല്ലാ കാലത്തും കർത്താവിൽ ആശ്രയിപ്പാൻ ശക്തിയും കൃപയും ചോദിക്കുന്നു. സൗഖ്യങ്ങൾ നടക്കട്ടെ, മനസ്സിന് സൗഖ്യമുണ്ടാകട്ടെ, ശരീരങ്ങൾ സൗഖ്യമാകട്ടെ, അസ്ഥികൾക്ക് ബലമുണ്ടാകട്ടെ, സാമ്പത്തിക വഴികളൊക്കെ അത്ഭുതകരമായി തുറന്നു വരട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ അമിത ബലത്തിൽ നമുക്ക് ആശ്രയിക്കാം. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.